ഈ പൂക്കൾ ഇടാൻ നന്ദുകുട്ടാ ഇന്നായിരുന്നു അത്തം പൂക്കളിട്ട് തുടങ്ങേണ്ടത്. ഞങ്ങളാണെങ്കിൽ മറന്നുപോയി. 10 മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓർക്കണം അയ്യോ പൂക്കളിടണമല്ലോ എന്ന്. അപ്പോൾ തന്നെ വേഗം നന്ദുക്കുട്ടനെ പോയി കുളിപ്പിച്ച് റെഡിയാക്കി മുണ്ട കുളിപ്പിച്ച് വന്നു. എന്നിട്ട് ഞങ്ങൾ പൂവൊക്കെ പറിച്ച് പൂക്കളിടാനായിട്ട്. പൂ പറിക്കുന്ന നേരത്തിന് നന്ദുക്കുട്ടൻ മുണ്ടൊക്കെ പറിച്ച് കളഞ്ഞ് സ്നഗ്ഗിയിലാണ് പിന്നെ നടന്നത്. പിന്നെ സ്നഗ്ഗി ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടത്. പൂക്കളിടാൻ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാർ പോർച്ച് ഫുൾ കഴുകാൻ പറ്റിയില്ല. ഞങ്ങൾ പൂക്കളിടുന്ന സ്ഥലം മാത്രം ചെറുതായിട്ടൊന്ന് കഴുകി വേഗം പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. ഇന്ന് ശരിക്കും തുമ്പപ്പൂവും തുളസിയൊക്കെ ആയിരുന്നു ഇടേണ്ടിരുന്നത്. ഞങ്ങൾക്ക് തുമ്പപ്പൂവൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ചില ഭാഗത്തൊക്കെ പൂക്കൾ ഇടുമെന്ന് കേട്ടിട്ടുണ്ട്. നന്ദുക്കുട്ടൻ ഇപ്പോൾ കുറച്ച് വലുതൊക്കെ ആയി, പറഞ്ഞാൽ മനസ്സിലാവണ പ്രായമൊക്കെ ആയി. അപ്പം നന്ദുക്കുട്ടന് ഞാൻ പൂക്കളത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. അപ്പം നന്ദുക്കുട്ടന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഓർത്തു. പക്ഷേ നന്ദുക്കുട്ടന് ഒരു താല്പര്യമില്ല. പൂക്കളത്തിൻ്റെ മേളിൽ കൂടെയൊക്കെ ചവിട്ടി നടക്കണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നന്ദുക്കുട്ടന് അത് ഇഷ്ടമല്ല. നന്ദുക്കുട്ടനെ മാത്രമേ എപ്പോഴും ശ്രദ്ധിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന നന്ദുക്കുട്ടന് വിഷമാണ്. അച്ഛാ ഓടി വാ, അമ്മ ഓടി വാ എന്ന് പറഞ്ഞ് അവിടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇന്നാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം. ഓണാഘോഷങ്ങളുടെ തുടക്കമാണ് അത്തച്ചമയം. അടിപൊളി പരിപാടിയാണ്. തൃപ്പൂണിത്തുറക്കാരായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും അത്തച്ചമയം മിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വന്നു. നന്ദുക്കുട്ടനുള്ളതുകൊണ്ട് നേരത്തെ വന്ന് സീറ്റ് പിടിക്കാമെന്നൊക്കെ ഓർത്തു. പക്ഷേ അത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഞങ്ങൾ 10:30 ആയപ്പോഴേക്കും എത്തി. പക്ഷേ അത്തച്ചമയം വന്നത് 12:30 ആയപ്പോഴാണ് വടക്കേക്കോട്ട വഴി വന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും നന്ദുക്കുട്ടനും കൂടി ഇടയ്ക്ക് കടയിലൊക്കെ കയറി കുറച്ച് നേരം AC ഒക്കെ കൊണ്ട് നിന്നു. പയ്യെയാണ് ആൾക്കാർ വന്നത്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും തൃപ്പൂണിത്തുറയിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു ജനസാഗരമായിരുന്നു. അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ ആൾക്കാർ മെട്രോ പില്ലറിൻ്റെ താഴെ നിൽക്കുമായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ കുറവായിരുന്നു. കാരണം അവിടെ വെയിലുള്ളതുകൊണ്ട്. അതുകൊണ്ട് അവിടെ കുടയുള്ളവർ മാത്രമേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 മണിക്കൂർ ഞങ്ങൾ കാത്തിരുന്ന അവസാനം ഘോഷയാത്ര എത്തി. ഞങ്ങൾ ഫുൾ അത്തച്ചമയം കാണാൻ നിന്നില്ല. ഞങ്ങൾ പകുതി എത്തിയപ്പോഴും തിരിച്ചു പോകുന്നു. കാരണം നന്ദുക്കുട്ടന് ഭക്ഷണമൊക്കെ കൊടുക്കാറായിരുന്നു. ദൈവമേ, ഒരു കണക്കിനാണ് ഞങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്ത് വന്നത്. കാരണം അത്രയും ജനമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് റോഡ് ക്രോസ് ചെയ്തത്. അത്തച്ചമയം ഫുൾ കണ്ടില്ലെങ്കിലും ബാമേനെ കൊണ്ട് ഫുൾ വീഡിയോ എടുപ്പിച്ചിരുന്നു.